അപ്പോഴും നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടാറുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തന്നെ കുമ്പളങ്ങായകളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിജിനാസ് ചെന്നൈയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കുമ്പളങ്ങ കൃഷിയെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കണ്ടു നോക്കണം. ഞാൻ എൻ്റെ ടെറസിന് മുകളിലായി ഫ്രിഡ്ജിൻ്റെ കവറിലായിട്ടാണ് കുമ്പളങ്ങ കൃഷി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വെള്ളരി, മത്തൻ ഇതൊക്കെ കൃഷി ചെയ്ത് നന്നായിട്ട് വിളവുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായി ഐ ബട്ടൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. എൻ്റെ ഈ കുമ്പളങ്ങ ചെടിയിലൊക്കെ കുമ്പളങ്ങായകളൊക്കെ ഉണ്ടായിരിക്കുകയാണ്. മത്തൻ, വെള്ളരി, കുമ്പളം ഇതെല്ലാം പൂകൾ ഉണ്ടായതിന് ശേഷമാണ് കായ്കൾ ഉണ്ടാകാറ്. അപ്പോൾ രണ്ട് തരത്തിലാണ് പൂകൾ ഉണ്ടാകുന്നത്. ആൺപൂവും പെൺപൂവും ഉണ്ടാകാറുണ്ട്. ആൺപൂവ് വെറും പൂവും പെൺപൂവ് കായ്കളോട് കൂടിയുള്ള പൂവുമായിരിക്കും ഉണ്ടാകുന്നത്. പെൺപൂവ് വിരിഞ്ഞു വന്നതിന് ശേഷം അതിലെ പൂവുകളൊക്കെ കൊഴിഞ്ഞു പോയി കായൊക്കെ വർദ്ധിച്ചു വരുന്ന സമയത്ത് നമ്മൾ കവറുകളൊക്കെ ഇട്ട് കൊടുത്ത് സംരക്ഷിക്കേണ്ടതുണ്ട്. കവറുകളൊക്കെ ഇട്ട് നമ്മൾ കായ്കളെ സംരക്ഷിച്ച് നിർത്തിയില്ല എങ്കിൽ എത്ര പൂവുകളും കായ്കളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാലും അതൊക്കെ കായ്ച്ചയുടെയൊക്കെ ശല്യം കൊണ്ട് അതൊക്കെ കൊഴിഞ്ഞു പോവുകയോ നശിച്ചു പോവുകയോ ഒക്കെ ചെയ്യും. ഞാനിവിടെ എൻ്റെ കുമ്പളങ്ങായകളിലൊക്കെ ഉണ്ടായി തുടങ്ങിയപ്പോൾ തന്നെ കവറുകളൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് എല്ലാ കവറുകളിലും കുമ്പളങ്ങായകളൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഈ കവറുകളൊക്കെ ഒന്ന് അഴിച്ച് കാണിക്കാം. ഇതിലെല്ലാത്തിലും നന്നായിട്ട് കുമ്പളങ്ങായകളൊക്കെ ആയി നിൽക്കുകയാണ്. ഈ കുമ്പളങ്ങായകളൊക്കെ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് വളർന്നു നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തൊക്കെ നല്ല വെള്ള പൊടി പോലെയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ കുമ്പളത്തിൻ്റെ തൈകളൊക്കെ നട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം ഒരു പന്തലിടാൻ സൗകര്യമുള്ള സ്ഥലത്തായിരിക്കണം തൈകളൊക്കെ വെച്ച് കൊടുക്കേണ്ടത്. എനിക്ക് ഇവിടെ ഈ സൈഡ് വശത്തായിട്ട് ഒരു പന്തലുണ്ട്. ഞാൻ അതിലേക്ക് വല പോലെ വെച്ചൊന്ന് കെട്ടി അതിലേക്ക് പടർത്തി കയറ്റി വിട്ടിരിക്കുകയാണ്. ഞാനിവിടെ പയറ്, കോവൽ, പാവൽ ഇതെല്ലാം ഈ പന്തലിലേക്കാണ് കയറ്റി വിടുന്നത്. അതിലാണ് ഈ കുമ്പളവും ഇട്ടിട്ടുള്ളത്. ഞാൻ കുമ്പളത്തിൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ചാണ് ഈ കുമ്പളത്തിൻ്റെ ചെടികളൊക്കെ ആക്കി എടുത്തിരിക്കുന്നത്. എനിക്ക് അടുത്തുള്ളൊരു കൃഷിക്കാരനാണ് ഈ കുമ്പളത്തിൻ്റെ വിത്തുകളൊക്കെ തന്നത്. നമ്മൾ പച്ചക്കറികളൊക്കെ വാങ്ങുമ്പോൾ കുമ്പളങ്ങ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നന്നായിട്ട് മൂത്ത കുമ്പളങ്ങയുടെ വിത്തുകൾ എടുത്ത് പാകി കൊടുത്താലും നമുക്ക് ഇതുപോലെ കുമ്പളങ്ങയൊക്കെ കൃഷി ചെയ്തെടുക്കാം. കുമ്പളങ്ങ ചെടിയിൽ ധാരാളം പൂവുകളൊക്കെ കിട്ടുന്നതിനായിട്ട് പച്ച ചാണകം നേർപ്പിച്ച് ഇതിൻ്റെ ചുവടുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ എൻ്റെ കുമ്പളങ്ങ ചെടിക്ക് ചെയ്തു കൊടുത്ത വളം ഇത് ആട്ടും കാഷ്ടം തൂത്തുവാരി അത് ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. കോഴിവളമോ ചാണകപ്പൊടിയോ എന്താണ് നമ്മുടെ കൈവശമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഫ്രിഡ്ജിൻ്റെ കവറിലായിട്ട് തന്നെ പ്ലാവിൻ്റെ ഒരു തൈയും അത് തന്നെ കോളിഫ്ലവറിൻ്റെ തൈകളും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം പൈസ മുടക്കൊന്നുമില്ലാതെ തന്നെ നമുക്കിതുപോലെയുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ കുമ്പളങ്ങ കൃഷി ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ അതിന് മുകളിലായിട്ട് കുറച്ച് മണ്ണും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഒപ്പം ചാരവും കൂട്ടി ചേർക്കുന്നത് നല്ലതാണ്. നല്ല രീതിയിൽ കായ്ഫലം കൂട്ടുന്നതിന് സഹായിക്കും ചാരം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. ആട്ടും കാഷ്ടമൊക്കെ ഒന്ന് പൊടിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വളരെയധികം നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് മണ്ണ് മുകളിലായിട്ടൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോഴും നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടാറുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തന്നെ കുമ്പളങ്ങായകളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ മത്തൻ, വെള്ളരി, കുമ്പളം ഇതൊക്കെ നല്ല രീതിയിൽ പൂകൾ ഉണ്ടായാലും കായ്കൾ ഉണ്ടാകുന്നില്ലെന്ന് പരാതിയുണ്ട്. അതിന് കാരണം ശരിയായ രീതിയിൽ പോളിനേഷൻ നടക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കൃത്രിമമായിട്ട് പോളിനേഷൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ എൻ്റെ ഇതിലൊന്നും പോളിനേഷൻ ചെയ്യാതെ തന്നെയാണ് ഇതിലെല്ലാം കായ്കൾ ഉണ്ടായിരിക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.
അപ്പോൾ 2 കുമ്പളങ്ങ വിളവെടുത്തിട്ടുണ്ട്, ഒരെണ്ണം കൂടിയുണ്ട് വിളവെടുക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.